ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗോഡ് ബ്ലെസ് യു ആൻഡ് എസ്. ഗൈസ്, ഞാനിപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 3-ാമത്തെ ദിവസമാണ്. അപ്പം ഇവിടെ അടുത്ത സ്ഥലത്തോട്ടൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. ശക്കരവാവ എന്നറിയപ്പെടുന്ന മഹാനഗരമാണ് ശക്കരവാവ. ശക്കരവാവ എന്ന് പറയപ്പെടുന്ന പേര് വരാൻ കാരണം മഹാനഗർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മധുരം കൊടുത്തു. അതാണ് ശക്കരവാവ. ഈ പഞ്ചസാര ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നക്കിയിട്ട് കഴിയും. മന്ദബുദ്ധി, സംസാരിക്കാതെ കുട്ടികൾ, പഠിപ്പിട്ടാതെ വിദ്യാർത്ഥികൾ, കുട്ടികൾ ഞെട്ടൽ, കരച്ചിൽ, വിക്ക്, മന്തിപ്പ്, വയറുവേദന, വയറുകടച്ചിൽ, ഷുഗർ, ക്യാൻസർ, എല്ലാ രോഗത്തിനും മിക്ക രോഗത്തിനും ശിഫയാണ്. അങ്ങനെയാണ് ഇവർ ശക്കരവാവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാനഗറുകൾ ഡൽഹിയിൽ ജീവിച്ച ദഹ്ലവി, നിസാമി, ഫക്രി, ഹസ്രത്ത് ഖാജ, ഹാജി, ഹാഫിദ്, ഷംസുദ്ദീൻ എന്നാണ് ശരിയായ പേര്. ജിസ്തി, നിസാമി, ഫക്രി, ദഹ്ലവി അറിയപ്പെടുന്ന ശക്കരവാവ എന്ന് പറയാൻ കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് മധുരം കൊടുത്തു. ഔലിയാക്കൾപ്പെട്ടുള്ള മഹാനഗറുകൾ വസിയത്തുണ്ടായി എന്നെ ഖാജാൻ്റെ വ്രതത്തെ അടക്കം ചെയ്യണം. അങ്ങനെ ഡൽഹിയിൽ നിന്ന് മരണപ്പെട്ട് ആ മരണ ജനാസ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് ഡൽഹി ഗേറ്റിൽ നിന്ന് ഒരു ഗേറ്റുണ്ട്. ആ ഗേറ്റിനടുത്തെത്തിയാലും മയ്യത്ത് തടഞ്ഞു കളഞ്ഞു, കൊണ്ടുവരാൻ പറ്റില്ല. ദർബാറിൻ്റെ അകത്തേക്ക് മയ്യത്ത് കടത്തി കൂടാ. ഇതൊക്കെ ഈ ഖബർസ്ഥാനിൽ കാദിമീങ്ങളെ മാത്രമേ അടക്കം ചെയ്യും, പുറത്തുള്ളവർ അടക്കം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറഞ്ഞാൽ മുരീദന്മാർ അവരെ വസിയത്തിൻ്റെ അടക്കം ചെയ്യണം. പറ്റുക എന്ന് പറഞ്ഞാൽ അതേ മയ്യത്ത് ഹയാത്തായി എണീറ്റ് വന്നിരുന്നാൽ പറയും. അങ്ങനെ മഹാനവർക്ക് ഹയാത്തുള്ള ഊരി എന്നൊരു പേരും. അപ്പോൾ മധുരം കൊടുത്തതുകൊണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് മധുരം കൊടുത്തുകൊണ്ട് ശക്കരവാവ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഈ പഞ്ചസാര ഇങ്ങനെയൊക്കെ ഇവരുടെ പേരിൽ പാത്തി, യാസീനോ, ഇത് ഇങ്ങനെ നക്കിക്കഴിഞ്ഞാൽ അവരുടെ നിയത്ത് മാതിരി എല്ലാ രോഗത്തിനും ശിഫയാണ്. ഈ ഖബർസ്ഥാൻ അറിയപ്പെടുന്നത് ചാറിയാർ എന്ന് പറയും. ചാറിയാർ 4 സ്നേഹിതർ. അതിൽ ഖാജാൻ്റെ കാലത്തുള്ള 4 ആളാണ്. അവരുടെ പേരിൽ ഈ ഖബർസ്ഥാൻ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്നത് ചാറിയാർ. ചാറിയാരി ദർഗ, ചാരിയാരി ഖബർസ്ഥാൻ. അതിലൊന്നാമത്തെ അനാസകൾ വെള്ളെടുത്ത ഒന്നാണ് കാസാ ബാബ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേത് ലങ്കർ കഞ്ഞി ഉണ്ടാക്കിയ ഭണ്ഡാരി ബാബ. മൂന്നാമത്തേത് ഖാജാൻ്റെ വസ്ത്രം കഴുകി കൊടുത്താണ്. ഏത് കളറാണോ ഖാജ ഉദ്ദേശിക്കുന്നത് കളറിങ്ങനെ മാറി മാറി. ഖാജ അലി, റംഗ്രേജ്, ശക്കരവാവ, ഈ 4 മഹാന്മാരെ ഇവിടെ അറിയപ്പെടും. അതിനുശേഷം ഒരുപാട് ഔദ്യാക്കം അടുത്ത കാലത്ത് കാലങ്ങളെ മാത്രം സയ്യിദന്മാർ, ഖാജാൻ്റെ മക്കൾ പരമ്പരയിൽ വന്ന ആൾക്കാരൊക്കെ ഈ പച്ച ഈ പച്ച അടിച്ചിരിക്കുന്നില്ലേ ഇവിടെയാണ് ആചാര വസ്ത്രം കഴുകിയിരുന്നത് മഹാൻ സുവേന്ദ്രൻ. ഇത് വസ്ത്രം കഴുകിയിരുന്ന ഇത് നമ്മുടെ ലങ്കർ പാചകം ചെയ്തിരുന്ന മഹാൻ അവിടെ. അങ്ങോട്ട് നീങ്ങിയിട്ട് നമുക്ക് അടച്ചിട്ടേക്കുന്നുണ്ട് പച്ച.
അതല്ലേ അത് തന്നെ ലങ്കർ ലങ്കർ ആ പേര് കാണുന്നുണ്ടോ? ലങ്കർ പാചകം ചെയ്തിരുന്ന അങ്ങനെ ഇവിടെ നമ്മൾ ഖാജാപ്പാപ്പയുടെ കാലത്ത് ജീവിച്ചിരുന്നവർ മറ്റേ അപ്പുറത്ത് വെള്ളം ഇതല്ലായിരുന്നു. അല്ല ഇതിൻ്റെ ബാക്കിൽ ആ വലിയ മരം ഉണ്ടല്ലോ അതിനപ്പുറത്ത് പിന്നെ എന്നാ അതിൽ പോകാൻ പറ്റുമോ? ശ്രദ്ധിച്ചു പോണേ. അങ്ങ് ബാക്കിലാണ്. അതിലെ പാമ്പ് ആ അതാ പറഞ്ഞു. ഇത് ഒരുപാട് ചവിട്ടി കടന്ന് പോകണം. അതിലെ എങ്ങനെ ആ ഇനിയിപ്പിനകത്ത് അങ്ങനെ ഇറങ്ങിച്ചു അവരെ അവരുണ്ട് രസിക്കാലേ അങ്ങ് ഇറങ്ങിച്ചു. പിന്നെ ഇടുക്കിയിലൊക്കെ രാജാക്ക് വെള്ളം അതിനാ സാധനം വെള്ളം എടുത്തോണ്ട് പോകില്ലേ? ഇവിടെ ശ്രദ്ധിക്കണം. साल का पानी 800 साल पुराना है. 800 വർഷങ്ങൾക്ക് മുമ്പ് അനാസാഗറിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് കൊടുത്തു. इनका नाम है काशी वाला बाबा. थोड़ा बात करने का वीडियो बोलो. ये ख्वाजा साहब का 800 साल पुराना काशी वाला बाबा बोलता जो आना सागर का पानी बाबा ने हुक्म दिया था ना पानी लेके आओ. उनका मजार है ये. दिखाओ मजार दिखाओ उनको. 800 വർഷങ്ങൾക്ക് മുമ്പ് ഇരിക്കുന്ന മഹാനാണ്. ये 4 यारी बोलते हैं 4 दोस्तों का मजार है. शक्कर बाबा भंडारी बाबा क्या इनके सब ഖജാക്ക് അനാസാഗറിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്ന മഹാനാണ്. ഭക്ഷണം മേടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുക. ചുണ്ടൊക്കെ പൊട്ടി ഞങ്ങൾ സർവാഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. വണ്ടിയിലെല്ലാവരും ഉണ്ട്. ഇവിടെ നിന്ന് സർവാഡിലേക്ക് 2 മണിക്കൂറുള്ള ഓട്ടം ഉണ്ട്. അതുവരെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ബാക്കി കാണിച്ചു തരാം. രാജസ്ഥാനിലെ ഹൈവേ നമ്മുടെ അവിടെയൊക്കെ ഇനി ഇങ്ങനെ ആയിരിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ സർവാഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഒരു കടയിലോട്ട് കയറിയിരിക്കുക. ഇവിടെ എന്ത് ദാബ എങ്ങനെയുണ്ട് അങ്ങനല്ലേടാ പറയുന്നത് അല്ലേ? ഷാനസില്ല ഇവിടുത്തെ ഇവിടുത്തെ ദാബ എന്നല്ലേ
ഈ വണ്ടിയിലാണ് വന്നത് ഞങ്ങളുടെ ഡ്രൈവർ. എനിക്കൊരു കാപ്പിയും പിന്നെ ഞാൻ ചെറിയ ബിസ്ക്കറ്റും. ഞാൻ കാപ്പിയൊക്കെ കുടിച്ചതിന് ഫുള്ള് കുടിച്ചില്ല, ബാക്കി അവിടെ കൊടുത്തതോ. നിർബന്ധിക്കരുത്, ഞാൻ മേടിച്ചു. നിർബന്ധിക്കാതിരിക്കരുത്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് മൊത്തം വണ്ടി കയറി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് സർവാട്ട് ഷെരീഫിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. സർവാട്ട് ഷെരീഫ് എന്നെ കൂടെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ലോറി വന്നിട്ട് നടക്കൊന്ന് മാറാതെ പോവാ. നീ വേണേ മാറ്റിക്കൊണ്ട് പോടാന്നുള്ള മറ്റേ ഇവിടെ ഇത് പാകിസ്ഥാനെ രാജസ്ഥാൻ, പാകിസ്ഥാൻ, ഇവിടുത്തെ ടോളൊക്കെ അപ്പൊ നമ്മളിപ്പോ എവിടെയാ? ഈ സ്ഥലത്ത് നമ്മളീ പൊക്കോണ്ടിരുന്ന അതാ ഇതുണ്ടോ ആര് ഞങ്ങൾ എത്താറായി. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം അതിൻ്റെ ബോർഡർ കയറിയിട്ടുണ്ട്. ഗൈസ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഹായ്, യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി. എന്തുവാ എല്ലാം പറയണ്ട, ഒന്നും പറയാനില്ല. ഐസ്ക്രീം അല്ല, പിന്നെ കാരിയറുള്ള വണ്ടി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വണ്ടി ഞാനും ചെരുപ്പ് കൊടുക്കട്ടെ. ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുക. സർവാടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള എല്ലാവരും ഇവിടെ എന്തോടാ ഭക്ഷണം കൊടുക്കുന്നത്? തിരക്കാറില്ല. അകത്ത് കയറിയിട്ടുള്ളതാണ്. ഉള്ളിലോട്ട് പോകാൻ തോന്നുന്നു. പക്ഷെ ഇതിനകത്തുള്ള നമ്മളകത്തോട്ട് കയറാൻ പോകും. അവരെല്ലാവരും കയറി വീഡിയോ എടുക്കാൻ വേണ്ടി.
ശരി രാജാടെ മകൻ്റെ അകത്ത് വീഡിയോ അലൗഡല്ല പുറത്തു അപ്പം ഒരു 6:30 അങ്ങനെയുണ്ട് നാളിക ഷാനാസിക്ക് ആൾക്കാരെ പിടിച്ചതുണ്ട് പൈസക്ക് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകും. അജ്മീർ ദർഗയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. വണ്ടിയിൽ തന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞങ്ങൾ ചായ അടിക്കാൻ പോകും. ഹിന്ദി അറിയത്തില്ലല്ലേ?